എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള ഭാഗത്ത് വെളിപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ ഇവയാണ്. 1. ആത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം. 2. കർത്താവിനുള്ള സ്തുതിയാൽ കവിഞ്ഞൊഴുകുന്ന ഒരു ഹൃദയം. 3. പിതാവിന് നിത്യം നന്ദി അർപ്പിക്കുന്ന ഒരാത്മാവ്. അതിലൊന്നാമത്തേത് ആത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതമാണ്. കർത്താവിൽ നിന്നും പരിശുദ്ധ സഭയ്ക്ക് ലഭിച്ച ഒരു വലിയൊരു ദാനമാണ് ഈ ആത്മാവായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൽ കൂടിയുള്ള സഭയുടെ ജീവിതമാണ് ആത്മാവിനാൽ നിറഞ്ഞ ജീവിതം. വിശ്വാസികളുടെ കൂട്ടമാണല്ലോ സഭ. ആദമിന് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ മഹത്വമാണ് പുതിയ നിയമസഭയ്ക്ക് തിരികെ തന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട മോശ മുതലായ പ്രവാചകന്മാരിലേക്കും ഗിദെയോൻ, ശിംശോൻ എന്നീ ന്യായാധിപന്മാരിലേക്കും ശൗൽ, ദാവീദ് എന്നീ രാജാക്കന്മാരിലേക്കും പ്രത്യേക ദൗത്യ നിർവഹണത്തിന് കാലാകാലങ്ങളിൽ മാത്രം നൽകുകയും ശേഷം തിരിച്ചെടുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ യേശു കർത്താവ് ഭൂമിയിൽ അവതരിച്ച് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി കാൽവറിയിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തന്നിൽ വിശ്വസിച്ച ജനത്തെ സാത്താനിൽ നിന്നും വിടുവിച്ച് നീതീകരിച്ച് അവിടുന്ന് സ്ഥാപിച്ച ദൈവരാജ്യത്തിലാക്കി. അങ്ങനെ നീതീകരിക്കപ്പെട്ട ജനം വിശുദ്ധിയിലേക്ക് വളരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ആത്മാവിനോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞ 2000 വർഷമായി പുതിയ നിയമസഭയിൽ അനുദിനം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ലോകത്തിൻ്റെ അധികാരിയായ പിശാചിനെ അതിജീവിക്കുവാൻ മനുഷ്യന് സ്വന്തം കഴിവ് കൊണ്ട് സാധ്യമല്ലാത്തതിനാൽ ദൈവം തൻ്റെ ജനത്തോട് ചേർന്ന് നിന്ന് അവിടുത്തെ കൃപയാൽ നമ്മെ വഴി നടത്തുന്നു. ഇങ്ങനെ ദൈവ ഇഷ്ടമനുസരിച്ച് ആത്മാവിനാൽ നിറയപ്പെട്ട് ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടമായ സഭയുടെ ജീവിതമാണ് ആത്മാവിനാൽ നിറഞ്ഞ ജീവിതം. ഈ സഭ ദൈവരാജ്യമാണ്. അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയുമാണ്. ദൈവരാജ്യമെന്ന മണിയറയിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവാകുന്ന മണവാളനോടൊപ്പമുള്ള ഈ ജീവിതമാണ് രക്ഷ. ഇത് നമ്മുടെ യോഗ്യതയാൽ ലഭിച്ചതല്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ നിത്യമായി ഈ മണവാളനോടൊപ്പം അവൻ ഒരുക്കിയ ഭവനത്തിൽ ചെന്ന് പാർക്കുന്നതാണ് നിത്യരക്ഷ. അഥവാ എന്നും അവനോടൊപ്പം ജീവിക്കുന്നതാണ് നിത്യജീവൻ. സത്യമായിട്ടും അവിടുന്ന് ദൈവപുത്രനായിരുന്നു എന്ന് യഥാർത്ഥമായി വിശ്വസിച്ചേറ്റുപറഞ്ഞ അവിടുത്തെ വഴിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആത്മാവിനാൽ നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകും. കർത്താവ് അവരുടെ ആത്മീയവും ലൗകികവുമായ സകല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തും. ഒരു യഥാർത്ഥ വിശ്വാസി ഇങ്ങനെ ആത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ തികച്ചും സ്വതന്ത്രൻ ആകുന്നു. അതിന് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ജീവിതം ശരിയായ പാതയിലാണ്. അല്ലെങ്കിൽ കുറവുകൾ എവിടെയെന്ന് പരിശോധിക്കുക. കർത്താവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ അത് വെളിപ്പെടുത്തി തരും. മകനെ, മകളെ, വിശ്വാസ സ്ഥിരതയോടുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിനായി പ്രാർത്ഥിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.